ഇപ്പോൾ പിന്നെ വിവാഹമോചിതയായ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഈ പൊന്നുമോളെ പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് എത്ര ലൈക്ക്. ഇന്ത്യയുടെ ജനഗണമനയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നാഷണൽ ആന്തം UN അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊക്കെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ എനിക്കിത് അയച്ചു തന്നിട്ട് ചോദിക്കും, റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ഇത് ശരിയാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടുപിടിക്കാനും നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. എന്നിട്ടും നമ്മളിത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് വരുന്നത്. ഇന്നത്തെ ഇതിൻ്റെ സമാനമായിട്ടുള്ള ഒരു ട്രെൻഡ് ഞാൻ പറയാം. ചില ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഇതിൽ AI ജനറേറ്റീവ് AIയിൽ നിന്ന് വരുന്ന ഇമേജസ് ഇടും. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് അവിടെ വെച്ചിട്ടുണ്ടാവും ഭിത്തിയിൽ. ഇതിന് മുന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു, ആ പെൺകുട്ടിക്ക് 2 കയ്യും ഇല്ല. ഇത് AI ജനറേറ്റഡ് ആണ്. എന്നിട്ട് ഈ 2 കയ്യും ഇല്ലാത്ത പൊന്നുമോൾ വരച്ച ചിത്രമാണിത്. മോൾക്ക് എത്ര ലൈക്ക് നോക്കുമ്പോൾ 30,000 50,000 60,000 ലൈക്കാണ്. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളിതിനെ ബോധേഡ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ആൾക്കാരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എക്സാക്ട്ലി മോൾക്ക് എല്ലാം നല്ലത് വരട്ടെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതേപോലത്തെ സാധനങ്ങൾ നിരന്തരം വരും. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ വിവാഹമോചിതയായ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഈ പൊന്നുമോളെ പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് എത്ര ലൈക്ക്.